ഡെയിലി അച്ഛനും വലിയച്ഛനും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം കാഴ്ചകളായിരുന്നു. പരസ്പരം തല്ലിക്കൊല്ലാനെന്ന രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് ആക്രമിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു കുട്ടി എന്ന നിലയിൽ പലപ്പോഴും ഞാൻ നിസ്സഹായനായിട്ട് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിൽ പോയി കള്ളം കുടിച്ചിട്ട് വരുന്ന അച്ഛൻ ദേഷ്യം തീർക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയോട് ഞങ്ങളോടൊക്കെ ആയിരുന്നു. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പ്രശ്നേഷ് എൻ്റെ സെർണിറ്റിയിലെ ഒരു പേഷ്യൻറ്റിനെ ഞങ്ങൾ വിളിക്കുന്ന പേരായിരുന്നു ചർച്ചേഷ് എന്ന് വിളിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് 24 മണിക്കൂറും ഡിബേറ്റ് ചെയ്യണം. ഞാൻ രാവിലെ ഒരു സെഷൻ എടുക്കാൻ ചെല്ലുമോ അല്ലെങ്കിൽ ഞാൻ ഏത് സെഷന് ചെല്ലുകയാണെങ്കിലും ഫസ്റ്റ് എന്നോട് പറയുന്നതാണ് ടീച്ചറെ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വിളിക്കുന്ന ഒരു പേരാ ചർച്ചേഷ്. അപ്പം ഇവിടുത്തെ വ്യക്തിയുടെ പേര് പ്രശ്നേഷ്. അപ്പം എനിക്ക് തോന്നുന്നു എപ്പോഴും പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന ആളാണോ ഈ പ്രശ്നേഷ്? ബേസിക്കലി അറിയപ്പെടുന്നത് പ്രശ്നേഷ് എന്നാണെങ്കിലും രോഹിത് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആള് ഈ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഷെയർ ചെയ്യുക. അപ്പം ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്ന ആളെക്കുറിച്ച് അറിയാം. അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. ആളുടെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ കാരണം ഒന്ന് ആളുടെ നാക്കാന്ന് ഞാൻ പറയേണ്ടി വരും. നാക്ക് ഇൻ ദ സെൻസ് പല കാര്യങ്ങൾക്കും ആള് കൊടുക്കുന്ന മറുപടികൾ അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂസിലും ആള് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത പാട് സാനിറ്റൈസർ കയ്യിൽ ഫുള്ളാക്കുക. അപ്പോൾ ഒരു ക്ലീനിങ്ങിനെ ഭയങ്കരണം എന്താ പറയുക, അതിൻ്റെ OCD ടീമിനേക്കാൾ കൂടുതൽ ഒരു എന്തൊക്കെയൊക്കെയോ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ബേസിക്കലി ഈ രോഹിത് എന്ന് പറയുന്നത്. അപ്പോൾ ആളെ കുറേ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആളിൻ്റെ വോയിസുകളിൽ കൂടുതലും ഈ പെർട്ടിക്കുലർ വ്യക്തി ആളുടെ ഫാമിലി ഇഷ്യൂസുകളാണ് പറയുക. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലീനിങ് വീഡിയോ. അതിൽ കൂടെ അയാളുടെ ഫാമിലി പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അച്ഛൻ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ആളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ച പ്രശ്നങ്ങൾ, അതിൽ നിന്ന് അമ്മയും ആളും ഫാമിലിയും പുറത്തോട്ട് വന്നത്, പിന്നെ അവർ ജീവിച്ചത്, പിന്നെ അമ്മ ആളെ വളർത്തിക്കൊണ്ട് വന്നത്, ഇങ്ങനെ കുറേ കണ്ടന്റുകളൊക്കെയാണ് ആൾ ബേസിക്കലി ഇട്ടിട്ടുള്ളത്. ഇതിലൊക്കെയാണ് ആളെ ഒരു വെൽ നോൺ പേഴ്സൺ ആയി മാറ്റിയത്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കുമ്പം ഒരു കുടിയനായ അച്ഛൻ ഭയങ്കര ഉപദ്രവിക്കുകയാണ്, അതിൽ നിന്ന് അമ്മയും മക്കളൊക്കെ ഫ്രണ്ടോട്ട് വരുന്ന കഥയൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾക്ക് സിമ്പതി തോന്നും, വീഡിയോസ് കാണാൻ തുടങ്ങും, വ്യൂസ് കിട്ടും, ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും, കെയർ തോന്നും, സഹതാപം തോന്നും. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പുറത്തോട്ട് വന്നത്. അങ്ങനെ സിമ്പതി, ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുടെ നാക്ക് അല്ലെങ്കിൽ ആളുടെ എല്ലാത്തിനോടുള്ള പരാതി, എല്ലാത്തിനോടുള്ള പരിഭവം, അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നക്കാരൻ എന്തും പ്രശ്നം എന്നുള്ള ഒരു പ്രശ്നേഷ് പേരൊക്കെ വന്നത്. ഇതൊക്കെ വന്നതോടുകൂടി അത്യാവശ്യം ഹെയ്റ്റും അത്യാവശ്യം എന്തൊക്കെയൊക്കെയോ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടാനുള്ളതിൻ്റെ റീസൺ ആൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ആളുടെ ഫാമിലി ആയിട്ട് കടന്നു പോകുന്ന ഒരു പ്രശ്നത്തെ റിയാക്ട് ചെയ്തുകൊണ്ട് ആൾ വന്ന് സംസാരിച്ച ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ എന്താന്ന് നോക്കാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ആളുടെ ഒരു എന്താ പറയുക വാക്ചാരുദ്യമാണ് പറയേണ്ടത്. വളരെ പച്ചയ്ക്ക് അച്ഛനെയും അമ്മേനെയും ഒരൊറ്റ സെന്റൻസിൽ തരം താഴ്ത്തി കളഞ്ഞു. ഈ പെർട്ടിക്കുലർ വ്യക്തി തന്നെയാണ് അമ്മേനെ പൂമാല അണിയിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള കുറേ ഡയലോഗുകളും വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. ഒരു ദിവസം കൊണ്ട് അതുപോലെ ആ പ്ലേറ്റ് മറന്നു. എന്നാൽ ഒന്ന് ആലോചിക്കണ്ടേ, സ്വന്തം അമ്മേനെ കുറിച്ചാണ് പറയുന്നത്. അല്ല ഇപ്പം അച്ഛനൊക്കെ ഫൈൻ, പണ്ട് തൊട്ടേ അച്ഛൻ്റെ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അത്രത്തോളം അമ്മേനെ സ്നേഹിച്ച അമ്മയാണ് ലോകം എന്ന് പറഞ്ഞു തന്ന ആളാണ് ഒരു സെക്കൻഡിനുള്ളിൽ പ്ലേറ്റ് മാറിയത്. ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം ബാക്കി. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യം. എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് സ്വന്തം അനിയത്തിനെ കുറിച്ച് പറയുന്നേ. ഇത്രയും വിവരദോഷിയായിരുന്നു ഈ രോഹിത് എന്ന് പറയുന്ന ആള്. പഠിക്കാനും പോവില്ല, പണിക്കും പോവില്ല, വീട്ടിലിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും കണ്ട ചെക്കന്മാരോട് ചാറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അതൊരു പെൺകുട്ടിയല്ലേ, കല്യാണം കഴിയാത്തൊരു കുട്ടിയല്ലേ, ഇനി മുന്നോട്ട് ഭാവിയൊക്കെ ഉണ്ടാവില്ലേ. എത്ര കുടുംബ വഴക്കിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണോ സ്വന്തം അനിയത്തിനെ കുറിച്ച് പറയുക?
വെറുതെ അല്ല ഇവന് പ്രശ്നേഷ് എന്ന് പറയുന്ന പേര് വന്നത്. കാരണം ഞാൻ രോഹിത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. 1, 2, 3, 4 ഇൻ്റർവ്യൂസിൽ കടന്ന് കളിക്കുന്ന ഓരോ വർത്താനവും ഡയലോഗൊക്കെ കേട്ട് ചിരിച്ചു എന്നല്ലാണ്ട്. പക്ഷേ ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ സോറി കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി രോഹിത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ പാട് മിക്ക ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലും പ്രശ്നങ്ങളാണ്, മിക്ക ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലും. ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം എന്തിനാണ് വെറുതെ അവരുടെ പേര് പറയുന്നത്. റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു കുടുംബമായി നിന്ന ആൾക്കാർ പെട്ടെന്ന് 2 മാറി 2 യൂട്യൂബ് വന്നു. ആൻഡ് റീസെൻ്റ്ലി വേറൊരു യൂട്യൂബർ, എനിക്ക് അവരുടെ പേരൊന്നും പറയണ്ട, പക്ഷേ ഐ ബിലീവ് ഈ അടുത്ത് തന്നെ അവരുടെ വീട്ടിലെ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വരും, ഞാൻ തന്നെ ഇരുന്ന് റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അവരും ഇപ്പോൾ 2 യൂട്യൂബായി മാറിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുരുഷന്മാർ കുറച്ചും കൂടെ ഓവർ കെയർ ഭാര്യയ്ക്ക് കൊടുക്കുകയാണോ, അല്ലെങ്കിൽ എനിക്കിനി ഒരു ഉത്തരവാദിത്തം വന്നു, എൻ്റെ ഭാര്യനെ നോക്കണം അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ നോക്കണം, സോ എൻ്റെ ചാനൽ ഞാൻ തന്നെ കയ്യിൽ വെക്കണം, ഇതൊക്കെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലാണോ പ്രശ്നം തുടങ്ങിയത് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ പാടെ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. രണ്ടാമത് തുടക്കത്തിൽ ആൾ പറഞ്ഞൊരു കാര്യമാണ്, നീ നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന്. ഇത്രയും കാലം ആ അമ്മേനെയും പെങ്ങളെയും നോക്കിയത് ഈ പർട്ടിക്കുലർ വ്യക്തിയാണ്. പെട്ടെന്ന് എങ്ങനെയാണ് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നത്? അവർക്കിപ്പോൾ ഒരു ഫാമിലി ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫാമിലീനെ ടേക്ക് കെയർ ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അതിനൊരു കുറ്റമായി കാണുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക. ഇവിടെ അവനിതൊരു പ്രശ്നമായി, ഇനി അനിയത്തി പണിക്കിറങ്ങണം എന്നുള്ളൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് വന്നു. പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു, വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അമ്മയും പെങ്ങളും വിളിച്ചു വരുത്തി തൊട്ടടുത്തുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അടുപ്പിച്ചു എന്നാണ് പറയുന്നത്. വെറുതെ ഒന്നും അടുപ്പിക്കില്ലല്ലോ, അടുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടാൽ ഡെഫിനറ്റ്ലി ആ പെൺകുട്ടിക്ക് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആൾ എന്തായാലും വന്ന് സംസാരിക്കും. ഒരിക്കലും സംസാരിക്കാണ്ടിരിക്കില്ല. കാരണം ആ പെണ്ണിന് അമ്മാതിരി രീതിയിലാണ് സ്വന്തം ആങ്ങളെ വന്ന് തരം താഴ്ത്തി കെട്ടിയത്. അപ്പം അത് കേൾക്കും പറയാം എന്തുകൊണ്ടാണ് അടുപ്പിച്ചത് എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും ഈ സോക്കോൾഡ് ഫാമിലി വ്ളോഗേഴ്സിനോടോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറയല്ലേ. ഇന്നല്ലേ നാളെ നിങ്ങൾ വീണ്ടും ഒന്നാവില്ല എന്ന് പറഞ്ഞ എല്ലാ വ്ളോഗേഴ്സും ഒന്നായിട്ടേ ഉള്ളൂ. ആരാ എവിടെയാണ് മാറിപ്പോയിട്ടുള്ളത്, ആരാ എവിടെയാണ് മാറി നിൽക്കുന്നത്? ഇനി മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 2 കൊല്ലം കഴിയട്ടെ, കാലം അടുപ്പിച്ച് കാണിക്കുക. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വാക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിടുന്ന സാധനങ്ങളാണ് ഇവർ കണ്ടന്റ് ആക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർ പൂ കാണിക്കും, ചിലർ വീട് കാണിക്കും, ചിലർ മേക്കപ്പ് കാണിക്കും, ചിലർ റിയാക്ട് ചെയ്യും. ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള സാധനങ്ങളാണ് അവർ യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഒരു കണ്ടന്റ് വന്നെടുത്ത് സംസാരിച്ച് നാളെ നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്ത് മേ ബി ഇതും സംസാരിക്കാം. അപ്പം അതിനൊന്നും കുറ്റം വേണ്ട കാര്യമല്ല. ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യം കാണിച്ച വീഡിയോൻ്റെ എൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പീസും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത്രത്തോളം ആ അമ്മേനെ സ്നേഹിച്ച് നടന്നൊരു മോൻ്റെ വായിൽ നിന്ന് കേട്ടൊരു ഡയലോഗാണിത്. അവരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പലപ്പോഴും അമ്മയുടെ അച്ഛന്റെ ക്രൂരത കൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും വാദത്തിലുള്ള കടയിൽ പോയിട്ട് നാണയത്തൊട്ടുകൾ കടം മേടിച്ച് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. ദേവീത് എന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് എങ്ങലടിച്ചിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പോലീസുകാരോട് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്ന കടയിലെ പ്രസാദേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട്. വലിയ വലിയ പാർട്ടിക്കാരോ അധികാരികളോ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാവാം അന്നത്തെ ആ കൊച്ചു പയ്യന്റെ കരച്ചിൽ ഒരു പോലീസ് ഏമാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടില്
സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. വളരെ മനോഹരമായി ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് അമ്മേനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനത് ആലോചിക്കുന്നു, ഇത്രത്തോളം അറ്റാച്ച്മെൻറ്റിലോ അല്ലെ സ്നേഹത്തിലോ നിന്ന ഇവരുടെ ഇടയിൽ പെട്ടെന്ന് എവിടെ നിന്നാണ് ഒരു പ്രശ്നം വന്നത്, അല്ലെ പെട്ടെന്ന് ഇത്രത്തോളം വെറുക്കാൻ അല്ലെ ഇത്രത്തോളം ഡിസ്റ്റൻസ് വരാൻ എന്താ ഉണ്ടായേ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം അത്ര മോശമായ രീതിയിലാണ് സ്വന്തം കുടുംബത്തെ തരം താഴ്ത്തിയ രീതിയിലാണ് ആൾ ഈ വീഡിയോ ഇട്ടത്. നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പിൽ വന്ന് വരെ ചിഞ്ചുവിനെ കല്യാണാലോചന വെക്കുന്ന അണ്ണന്മാരും അക്കച്ചിമാരെ കൊണ്ട് എന്റെ പൊന്നു മക്കളെ മാറുന്ന സ്റ്റെപ്പ് ബാക്ക്. പെണ്ണായാൽ കെട്ടിച്ചു വിടണം. അതായത് പെണ്ണുങ്ങൾ സെൽഫ് സഫിഷ്യന്റ് ആകാനായിട്ട് നമ്മുടെ സമൂഹം സമ്മതിക്കത്തില്ല, കെട്ടിച്ചു വിടണം. എന്റെ അമ്മ ഇതണക്ക് ഒരു പാവപ്പെട്ട വീട്ടിലൊരു സാധാ ഒരു അത്യാവശ്യം സുന്ദരിയായിട്ടുള്ളൊരു പെങ്കൊച്ചായിരുന്നു. പെണ്ണായാൽ കെട്ടിച്ചു വിടണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനാ ഒരു മുഴുക്കള്ളൂടെ കെട്ടിച്ചു കൊടുത്ത് കൈ തല്ലി ഓടിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുക്കാനുള്ള അമ്മച്ചിക്ക് കഴിക്കാനുള്ള ഫുഡിനകത്ത് തുപ്പിയിടുകയും മണ്ണ് വാരി ഇടുകയൊക്കെയായിരുന്നു പുള്ളിക്കാരന്റെ മെയിൻ ഹോബി. നമുക്ക് കുട്ടിക്കാലം എന്നൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റു അല്ലേ, നമുക്കതല്ല കേട്ടോ. ഞാനൊന്ന് ബാക്കോട്ട് നോക്കിയത് എങ്ങനെയാണ് ഇവരുടെ ഒരു ഫാമിലി വീഡിയോസ് ഒക്കെ. വളരെ ഹാപ്പിയായി, വളരെ പോസിറ്റീവായിട്ട്, വളരെ സപ്പോർട്ടീവായിട്ടൊരു വീഡിയോ ആണ്. കുറച്ച് കാലങ്ങളായപ്പോഴേക്ക് അങ്ങ് മാറിപ്പോയത്. ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു പ്രോസസ്സ് കാര്യങ്ങൾ എനിക്കറിയില്ല. എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ചാനൽ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് നല്ലത്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുടെ ചാനൽ ഹാൻഡിൽ ചെയ്യുക, ഒറ്റയ്ക്ക് കണ്ടൻറ്റ് കാര്യങ്ങൾ ഇടുക. ഇത് നമ്മളുടെ എത്രയൊക്കെ ആണെങ്കിലും വേറൊരു കുടുംബമൊക്കെ വന്നു കഴിയുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളും വിള്ളലുകളും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കോട്ട് ഇതാണെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ മോശമായി ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്, എന്തിൻ്റെ പുറത്താണെങ്കിലും. ഹോപ്പ്ഫുള്ളി എന്തായാലും ഈ പെങ്ങള് ഒരു വീഡിയോ ആയിട്ട് വരും എന്നുള്ള ഷുവറാണ്. ആ വീഡിയോയും കൂടെ ഞാൻ എന്തായാലും വന്ന് സംസാരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി തന്നെ വന്ന് പറയുമായിരിക്കാം എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് കാണാം. സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.